ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 10th മെയിൻസ് എക്സാമുകളിൽ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം നമുക്ക് നന്നായി അറിയാം. 20 മാർക്സ് ആണല്ലേ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഡേ ബൈ ഡേ ആയിട്ട് പഠിക്കുന്നവരുണ്ട്. അത് വാരി വലിച്ച് എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നറിയാതെ പഠിച്ച് ലാസ്റ്റ് വരുമ്പോൾ യാതൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? ഷോർട്ടായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തെടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഷുവറായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി, എന്നാൽ നമുക്കതിൽ നിന്ന് മാർക്ക് കിട്ടുമെന്ന രീതിയിലുള്ള ഒരു പഠനം. അതാണ് കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: 2025 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ എന്നത് നോക്കി വയ്ക്കണം. ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യനായിട്ടുള്ള ഡി ഗുഗേഷ്, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ. ഈ 4 പേർക്കാണ് 2025 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, അദ്ദേഹത്തിന് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, ദൊമ്മരാജ് ഗുഗേഷ്, ഈ ഇടയ്ക്ക് വാർത്തകളിലെല്ലാം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു അല്ലേ, അദ്ദേഹത്തിൻ്റെ ഖേൽ രത്ന പുരസ്കാരവും അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളും എല്ലാം. ഓക്കെ, ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനായിട്ടുള്ള ഹർമൻ പ്രീത് സിംഗിനും പിന്നെ പാരാ അത്ലറ്റ് ആയിട്ടുള്ള പ്രവീൺ കുമാർ, ഈ 4 പേർക്കാണ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് അർജുന അവാർഡാണ്. 2025 അർജുന അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സാജൻ പ്രകാശ്, മലയാളി നീന്തൽ താരമായിട്ടുള്ള സാജൻ പ്രകാശിനാണ് അർജുന അവാർഡ് ലഭിച്ചത്. ആ ജാകൾ തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കുക. അർജുന അവാർഡ്, സാജൻ പ്രകാശ്, മലയാളി നീന്തൽ താരം. 2025 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് എസ് മുരളീധരനാണ്. കോച്ചുമാർക്ക് കിട്ടുന്ന അവാർഡാണല്ലേ ദ്രോണാചാര്യ അവാർഡ്. മലയാളി ബാഡ്മിൻ്റൺ കോച്ചാണ് എസ് മുരളീധരൻ. ഓക്കെ, അപ്പോൾ മികച്ച പരിശീലകന് ലഭിക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. എസ് മുരളീധരൻ മലയാളി ബാഡ്മിൻ്റൺ കോച്ചാണ് അദ്ദേഹം. അടുത്ത പോയിന്റ്, ഡോക്ടർ കെ എസ് മണിലാൽ. നമ്മൾ കേട്ടിട്ടുണ്ട് ഹോർത്തൂസ് മലബാറിക്കസ്, ഡച്ചുകാരുടെ സംഭാവനയായിട്ടുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ കെ എസ് മണിലാൽ. അദ്ദേഹം 2025 ജനുവരി 1 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കാട്ടുങ്ങൽ സുബ്രഹ്മണ്യൻ മണിലാൽ എന്നുള്ളതാണ്. കെ എസ് മണിലാൽ 2025 ജനുവരി 1 അന്തരിച്ചു. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യൻ മണിലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. എന്താണ് സ്പെഷ്യാലിറ്റി ആളുടെ? ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ കെ എസ് മണിലാൽ. 2025 AI ഉച്ചകോടി വേദി എവിടെയാണെന്നാണ് അടുത്തൊരു ചോദ്യം. പ്രതീക്ഷിത ചോദ്യമാണ്. ഫ്രാൻസിലാണ് 2025 AI ഉച്ചകോടി വേദി ആയിരുന്നത് ഫ്രാൻസ്. ഇനി അടുത്ത ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം അത് 2024 ഫാക്ട്സ് ആണ്, എങ്കിലും അത് ചോദ്യ സാധ്യത ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടേ ഉള്ളൂ. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിലാണ്. 2024 നിലവിൽ വന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം, 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആര്? വെസ്റ്റ് ബംഗാളാണ്. 2024 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. കേരളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ കിരീടം സ്വന്തമാക്കിയത്. കേരളത്തെ പരാജയപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് ഈ ഫാക്ട് ഇമ്പോർട്ടൻ്റ് ആയി മാറിയത്. അടുത്ത ചോദ്യം, 97ാമത് ഓസ്കാർ പുരസ്കാരത്തിലേക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ലാപത ലേഡീസ്. ലാപത ലേഡീസിന്റെ സംവിധായകൻ കിരൺ റാവു ആണ് ലാപത ലേഡീസ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ. 97ാമത് ഓസ്കാർ പുരസ്കാരത്തിലേക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയാണ് ലാപത ലേഡീസ്. അടുത്തൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം. അടുത്തിടെ WHO മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാ? ജോർജിയയാണ് WHO മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത്. 2025 യുണൈറ്റഡ് നേഷൻസ് 4 വ്യത്യസ്ത തീമുകളുടെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. അങ്ങനെ 4 വ്യത്യസ്ത തീമുകളായിട്ടാണ് 2025 UN അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 4 തീമിൻ്റെ ബേസിസിലാണ്. ഏതൊക്കെയാണ് അവ? ക്വാണ്ടം സയൻസ് വർഷം, സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം.
ഈ വേർഡ്സ് ഓർത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. ക്വാണ്ടം സയൻസ്, സമാധാനം വിശ്വാസം, സഹകരണം, ഹിമാനികൾ. ഏതൊക്കെയാണ്? ക്വാണ്ടം സയൻസ്, സമാധാനം വിശ്വാസം, സഹകരണം, ഹിമാനികൾ. ഓക്കെ. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. ഒപ്പം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.